നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ഷൊർണൂർ നഗരസഭയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് തകർച്ച നേരിടുന്ന പാതയിലൂടെ ശയന പ്രദക്ഷിണവുമായി BJP പ്രവർത്തകർ. പ്രതിഷേധം സംഘടിപ്പിച്ചത് BJP ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. റോഡുകളുടെ ദുരവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ MLA റോഡിൽ തടഞ്ഞു നിർത്തി കെട്ടിയിടേണ്ട സ്ഥിതിവിശേഷമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി BJP ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ. തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. നിയമനം തൃശൂർ ജില്ലാ കളക്ടറായിരുന്ന VR കൃഷ്ണതേജ ഇന്റർ സ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിൽ പൊതുജനങ്ങൾക്ക് സുതാര്യമായും സമയബന്ധിതമായും സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും തൃശൂർ പൂരം മികച്ച രീതിയിൽ ഏകോപിപ്പിക്കുമെന്നും അർജുൻ പാണ്ഡ്യൻ IAS. വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടും ചേലക്കരയും കോൺഗ്രസ് മികച്ച വിജയം നേടുമെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട്ട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് പാർലമെന്റിലേക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥി നേടുമെന്നും തൃശൂരിലെ കോൺഗ്രസിനകത്തുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും VK ശ്രീകണ്ഠൻ MP പാലക്കാട്ട് പറഞ്ഞു. ദേശീയപാതയിലെ തൃശൂർ അമ്പലൂർ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മരിച്ചത് പാലക്കാട് ആലത്തൂർ സ്വദേശി 25 വയസ്സുള്ള നൌഫൽ. കനത്ത മഴയിൽ വടക്കാഞ്ചേരി എങ്കക്കാട് വയോധികയുടെ വീട് തകർന്നു വീണു. കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. ഷൊർണൂർ നഗരസഭയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് തകർച്ച നേരിടുന്ന പാതയിലൂടെ ശയന പ്രദക്ഷിണം ചെയ്ത് BJP പ്രവർത്തകർ. കുളപ്പുള്ളി മുതൽ ഷൊർണൂർ വരെയും ഷൊർണൂർ മുതൽ കൊച്ചിൻ പാലം വരെയുമുള്ള റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ BJP ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ MLA വഴിയിൽ തടഞ്ഞു നിർത്തി കെട്ടിയിടുമെന്ന് മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച രാവിലെ ഷൊർണൂർ ടൗണിൽ നിന്നും പ്രതിഷേധ പ്രകടനത്തോടെയാണ് ജനകീയ പ്രതിഷേധം ആരംഭിച്ചത്. നഗരത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം SMB ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം BJP ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭയിലെ റോഡുകളുടെ ദുരവസ്ഥ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ MLA റോഡിൽ തടഞ്ഞു നിർത്തി കെട്ടിയിടേണ്ട സ്ഥിതിവിശേഷമുണ്ടാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വന്ന് ഉദ്ഘാടനം നടത്തി തിരിച്ചു പോകുന്നു. MLA ഒന്ന് മനസ്സിലായിക്കോളൂ. ഇനി വരും ദിവസങ്ങളിലും അങ്ങനെയാണ് ഉദ്ദേശമെങ്കിൽ MLA നിങ്ങൾ വഴിയിൽ തടഞ്ഞു നിർത്തി ഇവിടെ കെട്ടിടേണ്ട ഒരു സ്ഥിതിവിശേഷം ഷൊർണൂരിൽ ഉണ്ടാകും. അത് തർക്കമില്ല. ഷൊർണൂരിലെ പൊതുസമൂഹം BJP മാത്രമല്ല CPM-ലെ അനുഭാവികൾ ഉൾപ്പെടെ MLA കെട്ടിയിടണമെന്നാണ്. പ്രതിഷേധ യോഗത്തിൽ BJP മണ്ഡലം സെക്രട്ടറി K പ്രസാദ് അധ്യക്ഷനായി. BJP കുളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് MK വിപിൻനാഥ് സ്വാഗതം പറഞ്ഞു. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ലേഖ രമേശ്, OBC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി KT രവിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ സമരത്തിനു ശേഷം തകർച്ച നേരിടുന്ന പാതയിലൂടെ ശയന പ്രദക്ഷിണം ചെയ്തായിരുന്നു BJP മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അറിയിച്ചത്. പ്രവർത്തകരെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ന്യൂസ് സെന്റർ ഷൊർണൂർ. തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. തൃശൂർ ജില്ലാ കളക്ടറായിരുന്ന VR കൃഷ്ണതേജ ഇന്റർ സ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിലാണ് നിയമനം. തൃശൂർ ജില്ലാ കളക്ടർ പദവി അംഗീകാരമായി കാണുന്നതായി ചുമതലയേറ്റതിനു ശേഷം അർജുൻ പാണ്ഡ്യൻ IAS പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് സിവിൽ സ്റ്റേഷനിൽ എത്തിയ കളക്ടറെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, മറ്റ് ജീവനക്കാർ ചേർന്ന് സ്വീകരിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ പദവി അംഗീകാരമായി കാണുന്നതായി കളക്ടർ പറഞ്ഞു. ജില്ലയുടെ ആവശ്യങ്ങളും സാധ്യതകളും വിശദമായി പഠിച്ചുള്ള ഇടപെടലുകൾ നടത്തും. പൊതുജനങ്ങൾക്ക് സുതാര്യമായും സമയബന്ധിതമായും സേവനങ്ങൾ ലഭ്യമാക്കും. തൃശൂർ പൂരം മികച്ച രീതിയിൽ ഏകോപിപ്പിക്കും. നിലവിൽ കാലവർഷത്തോടനുബന്ധിച്ചുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും അർജുൻ പാണ്ഡ്യൻ വ്യക്തമാക്കി.
ആദ്യമായി തന്നെ തൃശ്ശൂർ ജില്ലാ കളക്ടറായി പ്രവർത്തിക്കാൻ ലഭിച്ച അവസരം തന്നെ വലിയൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. അതിന് ജോയിൻ ചെയ്യുമ്പം വളരെ സന്തോഷവും പ്രതീക്ഷയുണ്ട് ഒരുപാട്. അപ്പം ജില്ലയിലെ പ്രത്യേകിച്ച് ഇന്ന് ജോയിൻ ചെയ്തുകൊണ്ട് ജില്ലയിലെ ആവശ്യങ്ങളും എന്തൊക്കെയാണ് ഇവിടുത്തെ സാധ്യതകളും കൂടുതലായിട്ട് പഠിച്ചിട്ട് നമ്മുടെ നല്ലൊരു വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കാനുണ്ട്. കൂടാതെ തന്നെ ഇവിടുത്തെ സമഗ്ര വികസനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും നല്ലൊരു ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിൽ കോൺഗ്രസിനകത്തുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെന്ന് തൃശൂർ DCC പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന VK ശ്രീകണ്ഠൻ MP. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടും ചീലക്കരയിലും UDF വിജയിക്കുമെന്നും VK ശ്രീകണ്ഠൻ MP പാലക്കാട്ട് പറഞ്ഞു. തൃശൂരിലുണ്ടായിരുന്നത് നിസ്സാര സംഭവങ്ങളാണ്. ചില ബാങ്കുകളിലും പഞ്ചായത്തുകളിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു. K. കരുണാകരൻ ഉമ്മൻചാണ്ടി അനുസ്മരണങ്ങൾ മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി ഭംഗിയായി ആചരിച്ചു. നേതാക്കൾക്കിടയിലെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. ചില പഞ്ചായത്തുകളിൽ ഭരണമാറ്റം സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിച്ചു. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനം കേരളത്തിലെ മറ്റെല്ലാ DCCകളും ഗംഭീരമായി തൃശ്ശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. എല്ലാവരും പങ്കെടുത്തു. മുഴുവൻ നേതാക്കന്മാരും ഒറ്റക്കെട്ടാണ്. പറ്റിയ തെറ്റ് കുറവ് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നുണ്ട്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ തൃശൂരിലെ പാർട്ടി സജ്ജമാണ്. കരുത്തനായ സ്ഥാനാർത്ഥിയാണെങ്കിൽ ചേലക്കര തിരിച്ചുപിടിക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാർലമെന്റിലേക്ക് കിട്ടിയതിനേക്കാൾ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കും. തെരഞ്ഞെടുപ്പ് ഫണ്ടിനെ ചൊല്ലിയുള്ള തർക്കമാണ് BJPയിൽ നടക്കുന്നത്. BJPയിലെ തർക്കവും രൂക്ഷമായി തെരുവിലെത്തും. CPMന്റെ സ്ഥിതി അതിദയനീയമായി പര്യവസാനിക്കും. എനിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിനേക്കാളും, അതായത് CPMനേക്കാളും 18,000 വോട്ട് ഭൂരിപക്ഷം എനിക്ക് പാലക്കാട് അസംബ്ലിയിൽ കിട്ടിയിട്ടുണ്ട്. ലോക്സഭയിൽ അതിനേക്കാൾ ദയനീയമായിരിക്കും CPMന്റെ അവസ്ഥ. എന്റെ എതിർ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞത് പാലക്കാട്ടെ ഈ പാർട്ടി പൂതലച്ചു പോയി എന്ന് പറയാൻ എന്താ അർത്ഥം എനിക്കറിയാം. ആ അവസ്ഥയെ നോക്കുമ്പോ മിക്കവാറും ജയസാധ്യത ഉള്ളത് കൊണ്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഉറപ്പായിട്ട് ജയിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കിയാൽ ശക്തമായ മത്സരത്തിലൂടെ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രാഥമികമായ നിഗമനം. അതിനുള്ള ഒരുക്കവും AICC സെക്രട്ടറി ശ്രീ PV മോഹന്റെ നേതൃത്വത്തിൽ അവിടെ യോഗം കൂടി VLA-മാര് ബൂത്ത് പ്രസിഡന്റുമാർക്കൊക്കെ വോട്ട് ചേർക്കാൻ തുടങ്ങി. മറ്റു കാര്യങ്ങൾക്കെല്ലാം സംഘടനാപരമായിട്ടുള്ള ക്ലാസും ക്യാമ്പും ഒക്കെ സംഘടിപ്പിച്ച് ദ്രുതഗതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. അന്തർധാര CPMും BJPയും തമ്മിലാണ്. കോൺഗ്രസ് പാരമ്പര്യമുള്ള ആർക്കും സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിക്കാം. എന്നാൽ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നത് എല്ലാ ഘടകവും പരിശോധിച്ച് ഹൈക്കമാൻഡാണെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയപാതയിൽ തൃശൂർ അമ്പലൂർ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പാലക്കാട് ആലത്തൂർ സ്വദേശി 25 വയസ്സുള്ള നൌഫലാണ് മരിച്ചത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തു നിന്ന് വന്ന ലോറി ആമ്പലൂർ സെൻട്രലിൽ നിന്ന് കല്ലൂർ റോഡിലേക്ക് തിരിയുന്നതിനിടെ തൃശൂർ ഭാഗത്തു നിന്ന് വന്ന ബൈക്ക് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ നൌഫലിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എറണാകുളത്തെ കൊറിയർ സർവീസിലെ ജീവനക്കാരനാണ് നൌഫൽ. വീട്ടിൽ നിന്ന് ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നടന്ന ഗജപൂജയും ആനയൂട്ടും ഭക്തിസാന്ദ്രമായി. വിശേഷാൽ പൂജകൾ, അന്നദാനം എന്നിവയും ഉണ്ടായിരുന്നു. പുലർച്ചെ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രിമാർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗജപൂജയ്ക്ക് ശേഷം ആനയൂട്ട് ആരംഭിച്ചു. 3 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. മുഹമ്മദ് മുഹ്സിൻ MLA ആദ്യ ഉരുള നൽകി. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ CT ബിജു, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ഭക്തർക്ക് അന്നദാനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 6, 7, 8 തീയതികളിൽ കണ്ണൂരിൽ നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി ജൂലൈ 21-ന് വടക്കഞ്ചേരിയിൽ സർവ്വമത സമ്മേളന ശതാബ്ദി നടത്തുമെന്ന് പുകാസ് സംസ്ഥാന ട്രഷറർ TR അജയൻ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നവോത്ഥാന സങ്കല്പത്തിലേക്ക് ഉയർന്നു വന്ന കേരളം പോലും ഇന്ന് ജാതിമത ചിന്തകൾക്ക് വഴിമാറുകയാണ്.
ചിക്കാഗോയിലെ സർവ്വമത സമ്മേളനത്തിൽ പങ്കെടുത്ത് ലോക പ്രശംസ നേടിയ വിവേകാനന്ദന്റെ ദർശനങ്ങൾ പോലും മറന്നു കഴിഞ്ഞു. ജാതിമത വൈര്യങ്ങൾ ഇല്ലാതാക്കാനായി സാമൂഹിക പരിഷ്കരണം നടത്തിയ ശ്രീനാരായണ ഗുരുവിനെയും വിസ്മരിച്ചു. മതമല്ല മനുഷ്യനാണ് വലുതെന്ന സന്ദേശമുയർത്തിയാണ് സർവ്വമത സമ്മേളനം നടക്കുന്നത്. ഗുരുവിൻ്റെ ഹിന്ദുത്വ ദർശനം, കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ എന്ന വിഷയങ്ങളിൽ സെമിനാറും സംവാദവും നടക്കുന്നതിൽ കേരളത്തിലെ പ്രശസ്ത എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കുമെന്നും ടി.ആർ. അജയൻ പറഞ്ഞു. മാനവികത ഇല്ലാതാവുകയും മനുഷ്യനേക്കാൾ ജാതി മതഭേദങ്ങളാണ് വലുത് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ജനതയായി നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത വർത്തമാന കാലഘട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ സർവ്വമത സമ്മേളനത്തിൻ്റെ സാരങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്ന് പുരോഗമന ശാസ്ത്രജ്ഞർ കരുതുന്നു. അതിനെ തുടർന്നാണ് ഈ പരിപാടി വമ്പിച്ച വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെമിനാർ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി ശാന്തൻ മാസ്റ്റർ, ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് സി.പി. പ്രമോദ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പം പോലും കേന്ദ്ര സർക്കാർ മായ്ച്ചു കളയുകയാണെന്ന് കെ. പ്രേംകുമാർ എം.എൽ.എ. പാലക്കാട് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയേഴ്സ് കേരളയുടെ അവകാശ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 30 വർഷം മുമ്പുള്ള ആനുകൂല്യം നൽകുന്ന സർക്കാർ ഇപ്പോഴത്തെ ജീവിത ചെലവ് കാണുന്നില്ല. 5 വർഷത്തിലൊരിക്കൽ പെൻഷൻ പരിഷ്കരിക്കണമെന്നതിൽ നിന്ന് ബാങ്കിംഗ് മേഖലയെ അകറ്റി നിർത്തുന്നത് അപരിഷ്കൃതമാണെന്നും എം.എൽ.എ. ചൂണ്ടിക്കാട്ടി. പെൻഷൻ സംവിധാനം കാലോചിതമായി പരിഷ്കരിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അവകാശ ദിനാചരണം. അവസരങ്ങളെ ശക്തിപ്പെടുത്താനുള്ള നീക്കമല്ലേ നടത്തേണ്ടത്? ഇവിടെ ഇപ്പോൾ റിട്ടയറീസ് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞാൽ റിട്ടയറീസ് ഉണ്ടാവില്ല. എന്താ കാരണം? ഡെയിലി വേജിന് ആളെ വയ്ക്കുക. ഡെയിലി വേജിൽ ആളെ വെച്ചാൽ പിന്നെ എന്ത് റിട്ടയർമെന്റ് ആണുള്ളത്? നിങ്ങൾക്കെല്ലാം ചെറുതെങ്കിലും മാന്യമായ ഒരു റിട്ടയർമെന്റ് കിട്ടി. ഇന്ന് ബാങ്കിംഗ് മേഖലയിൽ ദൈനംദിനമായ ജോലിക്ക് വരുന്ന ആളുകളുടെ എണ്ണം എത്രയാ? നമ്മുടെ നാട്ടിൽ അർഹതപ്പെട്ടവർ, യോഗ്യതയുള്ളവർ, ആ ജോലിയിൽ സ്ഥിരമായി കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവർ, ശേഷിയുള്ളവർ ഇല്ലാഞ്ഞിട്ടാണോ? SBI പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി രാധാകൃഷ്ണൻ പുല്ലഞ്ചേരി, VS കൃഷ്ണൻ, കൺവീനർ S ബാലകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി KP മോഹൻദാസ്, V ശ്രീരാം, ബൈജു ജയപ്രകാശൻ, സജി ഒ വർഗീസ്, M സതീശൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചരിത്ര പ്രാധാന്യമുള്ള തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം ദുരവസ്ഥയിൽ. നഗരമധ്യത്തിലുള്ള സ്റ്റേഡിയത്തിന്റെ മരണമണി മുഴങ്ങാറായിട്ടും അധികൃതർ കണ്ട ഭാവം നടിക്കുന്നില്ല. സ്റ്റേഡിയത്തിന്റെ നിലവിലെ സ്ഥിതി കായിക താരങ്ങൾക്കും പരിശീലകർക്കും സ്പോർട്സ് പ്രേമികൾക്കും വേദനയാണ്. മഴക്കാലമായതോടെ ചളിക്കുളമായ ട്രാക്ക്, ചുറ്റും വളർന്നു നിൽക്കുന്ന പുല്ലുകൾ, നശിച്ചുകൊണ്ടിരിക്കുന്ന ടർഫ്, ഇതൊക്കെയാണ് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. 2015 കേരളത്തിൽ നടന്ന 35ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗമായാണ് സ്റ്റേഡിയത്തിൽ സിന്തറ്റിക് ടർഫ് നിർമ്മിച്ചത്. 5 വർഷത്തെ ഗ്യാരണ്ടി. പറഞ്ഞ കാലത്തേക്കാൾ കൂടുതൽ അതിജീവിച്ചു. ഇക്കാണുന്ന ടർഫിൽ ഇന്ന് കളിച്ച് പരിക്കേൽക്കാതിരുന്നാൽ തന്നെ ഭാഗ്യം. കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതാണ് ട്രാക്കിന് ഒപ്പം ടർഫിൻ്റെയും നാശത്തിന് കാരണമായത്. ഗ്രൗണ്ടിന് ചുറ്റുമുള്ള വേലി തുരുമ്പെടുത്ത് ദ്രവിച്ചു. ആർക്കും ഗ്രൗണ്ടിലേക്ക് കയറാമെന്ന സ്ഥിതിയാണിപ്പോൾ. കാണികളിരിക്കുന്ന ഗാലറിയുടെ അവസ്ഥയാണെങ്കിൽ അതിലും മോശം. പെയിൻ്റ് അടിച്ചിട്ട് പോലും വർഷങ്ങളായി. ടർഫ് ഉൾപ്പെടെ നിലനിൽക്കണമെങ്കിൽ ശരിയായ പരിപാലനം അനിവാര്യമാണ്. സ്റ്റേഡിയത്തിൻ്റെ നിയന്ത്രണമുള്ള കോർപ്പറേഷന് തന്നെയാണ് പരിപാലനത്തിൻ്റെയും ചുമതല. കളിക്കുന്ന ക്ലബ്ബുകൾ, ടീമുകൾ എന്നിവരിൽ നിന്ന് കോർപ്പറേഷന് വാടക ലഭിക്കുന്നുണ്ടെങ്കിലും വരുമാനം സ്റ്റേഡിയത്തിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ലെന്നാണ് പരാതി. ടർഫിൽ തുടർന്നും കളിക്കുന്നത് താരങ്ങളുടെ ഭാവി പ്രതിസന്ധിയിലാക്കുമെന്ന് പരിശീലകരും പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണത്തിന്റെ ഭാഗമായി സർവ്വമത പ്രാർത്ഥനകളും നടന്നു. അണയാത്ത സൂര്യൻ എന്ന പേരിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന 10 ദിന കർമ്മ പരിപാടികൾക്കും തുടക്കം കുറിച്ചു. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴി നാരായണൻ നമ്പൂതിരി, ചെറുതുരുത്തി സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം ജാഫർ അമീൻ സഖാഫി, മുള്ളൂർക്കര മഹാജൂബിലി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ ഫാദർ ചാക്കോ ചെറമേൽ എന്നിവർ സർവമത പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു. നാം ചിന്തിക്കേണ്ട, പലപ്പോഴും ചിന്തിക്കാൻ മറന്നുപോകുന്ന ഒരേ ഒരു സംഗതി, നമ്മിൽപ്പെട്ട പലരും വലിയവരായിരിക്കും.
അവരുടെ ജീവിതകാലത്ത് അവരുടെ വലുപ്പം നമുക്കറിയില്ല. അതേസമയത്ത് പലരും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ സേവനത്തിൻ്റെ, അവരുടെ പ്രവർത്തനത്തിൻ്റെ, അവരുടെ പെരുമാറ്റങ്ങളുടെയൊക്കെ മഹിതമായ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് അദ്ദേഹത്തെ അനുസ്മരിക്കാനും അദ്ദേഹത്തെ വാഴ്ത്താനും ഒക്കെ ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് നമ്മൾ പറയാം, അദ്ദേഹത്തിന് ഇത്ര വലിയ സ്ഥാനം ഉണ്ടായിരുന്നു, ഇത്ര വലിയ ഔന്നിത്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ എന്ന് പലപ്പോഴും പലരുടെ വിഷയത്തിലും നാം ചിന്തിച്ചിട്ടുണ്ട്. ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് അധ്യക്ഷനായി. സുരേഷ് ശങ്കർ, DCC ജനറൽ സെക്രട്ടറി ജോണി മണിച്ചിറ, മണ്ഡലം പ്രസിഡന്റുമാരായ PT ജെയ്സൺ, മുഹമ്മദ് ഇക്ബാൽ, മുസ്തഫ വരവൂർ, കോൺഗ്രസ് നേതാക്കളായ രാജൻ വെട്ടത്ത്, MB ഗിരിജാവല്ലഭൻ, CP ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഷൊർണൂരിൽ DYFI U വിനോദ് കുമാറിനെ അനുസ്മരിച്ചു. അനുസ്മരണ യോഗം സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉദ്ഘാടനം ചെയ്തു. DYFI ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് U വിനോദ് കുമാർ അനുസ്മരണം സംഘടിപ്പിച്ചത്. DYFI ഷൊർണൂർ വില്ലേജ് ജോയിന്റ് സെക്രട്ടറിയും SFI ഏരിയ സെക്രട്ടറിയുമായിരുന്നു U വിനോദ് കുമാർ. അനുസ്മരണ യോഗം DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉദ്ഘാടനം ചെയ്തു. എഴുതി വച്ചിരിക്കുന്നു, പക്ഷേ ഒരു മാധ്യമങ്ങളിലും ഇന്ന് രാത്രി അത് ചർച്ചയ്ക്കുണ്ടാവില്ല, അത് ഉറപ്പാണ്. കാരണം SFIയെ കുറിച്ച് നല്ലത് പറയാൻ, അല്ലെങ്കിൽ SFIയുടെ മുകളിൽ അരുതാത്തത് അടിച്ചേൽപ്പിക്കുന്നത് ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾക്കുള്ള താല്പര്യം SFIക്കുള്ള നന്മ പറയാൻ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, SFI നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ ഏറെക്കുറെ കുട്ടികളും നീറ്റ് എഴുതിയവരായിരിക്കും അല്ലേ? നീറ്റ് എഴുതിയവരുണ്ടോ? അനുമോദനം വാങ്ങാൻ വന്നതിൽ നീറ്റ് എഴുതിയവരുണ്ടോ? നെറ്റ് എഴുതിയവരുണ്ടോ? നെറ്റ് എഴുതിയവരില്ല. ഡിഗ്രി PG കഴിഞ്ഞ് നെറ്റ് എഴുതിയവരും നീറ്റ് എഴുതിയവരും ഒക്കെ ഉണ്ടാകും. ഈ നെറ്റ് പരീക്ഷ നമ്മുടെ രാജ്യത്ത് മുമ്പെങ്ങുമില്ലാത്ത തരത്തിലേക്ക് നെറ്റും നീറ്റും പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ് അധ്യക്ഷത വഹിച്ചു. MP ശോഭ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗം MK ജയപ്രകാശ്, DYFI ബ്ലോക്ക് പ്രസിഡന്റ് K രാഹുൽദാസ്, സെക്രട്ടറി C രാകേഷ്, ഷൊർണൂർ മേഖലാ പ്രസിഡന്റ് KU വിവേക്, സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ ശങ്കർ, SFI ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി TM ദുർഗാദാസ് എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികത്തിന്റെ ഭാഗമായി നിർധനരായ മദ്രസ അധ്യാപകർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം നടന്നു. സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന വിവിധ പദ്ധതികളിൽ ഒന്നാണ് ദാറുൽ മുഅല്ലിം. ആ പദ്ധതിയുടെ ഭാഗമായാണ് നിർധനരായ മദ്രസ അധ്യാപകർക്ക് 100 വീടുകളോളം നിർമ്മിച്ചു നൽകുക എന്നത്. പദ്ധതിയുടെ തൃശൂർ ജില്ലയിലുള്ള വീടിന്റെ കട്ടിലവയ്ക്കൽ കർമ്മം സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അലി ബാഫഗി തങ്ങൾ നിർവഹിച്ചു. ചെറുതുരുത്തി താഴപ്ര സ്വദേശി അലി സഖാഫി, ഓട്ടുപാറ സ്വദേശി സുധീർ സഖാഫി എന്നിവർക്കാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. പരിപാടിയിൽ സമസ്ത തൃശൂർ ജില്ലാ അധ്യക്ഷൻ താഴപ്ര മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ അധ്യക്ഷനായി. സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി സാദി, ജനറൽ സെക്രട്ടറി SMK തങ്ങൾ അൽ മുഗൈബിലി ദേശമംഗലം, സെയ്ദലവി സഖാഫി പിലാപ്പുള്ളി, സമസ്ത തൃശൂർ ജില്ലാ സെക്രട്ടറി മുസ്തഫ കാമിൽ സഖാഫി, കേരള മുസ്ലിം ജമാഅത്ത് തൃശൂർ ജില്ലാ സെക്രട്ടറി MS മുഹമ്മദ് ഹാജി, SMA ജില്ലാ സെക്രട്ടറി മരിക്കാർ മുസ്ലിയാർ, KR മുഹമ്മദ് അൻവരി, താഴപ്ര മൂസ ഹാജി, വെട്ടിക്കാട്ടിരി റെയിഞ്ച് പ്രസിഡന്റ് അബ്ദുൽ ഖാദിർ സഖാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 100 വീടുകളിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് അനുവദിച്ചിട്ടുള്ള 2 വീടുകളിൽ രണ്ടാമത്തെ വീടിൻ്റെ കെട്ടിലവയ്ക്കൽ കർമ്മമാണ് സെയ്ദ് തറവാട്ടിലെ കാരണവരും ബഹുമാനപ്പെട്ട വലിയ പണ്ഡിതനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനുമായ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖീഹ് തങ്ങളവറുകൾ അൽഹംദുലില്ലാഹ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. അല്ലാഹു തആല തങ്ങളവറുകളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഈ വീട് ഖൈറായ രൂപത്തിൽ പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ട ആളുകൾക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് എടത്തറ 5ാം മൈൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലേക്കാട് മാതൃസ്നേഹ സദനത്തിലെ അന്തേവാസികൾക്ക് സ്നേഹവിരുന്നൊരുക്കി. സ്നേഹവിരുന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് EK ജസീൽ,
സി വിനയൻ മാസ്റ്റർ, എച്ച് അബ്ദുള്ള, അച്യുതൻകുട്ടി, കെ മണികണ്ഠൻ, ലിബിൻ വലിയപറമ്പിൽ, സുബൈർ കല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഷൊർണൂർ നഗരസഭയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് തകർച്ച നേരിടുന്ന പാതയിലൂടെ ശയന പ്രദക്ഷിണവുമായി BJP പ്രവർത്തകർ. പ്രതിഷേധം സംഘടിപ്പിച്ചത് BJP ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. റോഡുകളുടെ ദുരവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ MLAയെ റോഡിൽ തടഞ്ഞു നിർത്തി കെട്ടിയിടേണ്ട സ്ഥിതിവിശേഷമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി BJP ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ. തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. നിയമനം തൃശൂർ ജില്ലാ കളക്ടറായിരുന്ന VR കൃഷ്ണതേജ ഇന്റർ സ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിൽ. പൊതുജനങ്ങൾക്ക് സുതാര്യമായും സമയബന്ധിതമായും സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും തൃശൂർ പൂരം മികച്ച രീതിയിൽ ഏകോപിപ്പിക്കുമെന്നും അർജുൻ പാണ്ഡ്യൻ IAS. വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടും ചേലക്കരയും കോൺഗ്രസ് മികച്ച വിജയം നേടുമെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട്ട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് പാർലമെന്റിലേക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥി നേടുമെന്നും തൃശൂരിലെ കോൺഗ്രസിനകത്തുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും VK ശ്രീകണ്ഠൻ MP പാലക്കാട്ട് പറഞ്ഞു. ദേശീയപാതയിലെ തൃശൂർ ആമ്പല്ലൂർ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മരിച്ചത് പാലക്കാട് ആലത്തൂർ സ്വദേശി 25 വയസ്സുള്ള നൌഫൽ. കനത്ത മഴയിൽ വടക്കാഞ്ചേരി എങ്കക്കാട് വയോധികയുടെ വീട് തകർന്നു വീണു. കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.